സോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മെഷീൻ, അതായത് നമ്മളെ കാത്തലീനായിട്ടൊരു റോബറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു വാക്കിന് പോയപ്പോൾ ഒരു കോൾ വന്നു. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ആളെ അറിയില്ല, ജസ്റ്റ് ട്രൂത്ത് എന്ന് മാത്രം പറയാനുള്ളൂ. അപ്പോൾ ട്രൂത്ത് എന്നാണ് ഈ പറയുന്ന അനോണിമസ് ആയിട്ടുള്ള ആളുടെ പേര്. അപ്പോൾ നമുക്കൊരു മ്യൂച്വലായിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. ആരാന്ന് ചോദിച്ചപ്പോൾ അതൊരു ടെൻ പെന്നി നമ്മുടെ പഴയ വില്ലനായ നമ്മുടെ അമ്മേനെ കൂട്ടുന്ന ടെൻ പെന്നി എന്ന പോലീസുകാരനാണ് ഇവരുടെ മ്യൂച്വൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ടെൻ പെന്നി വഴിയാണ് നമ്മുടെ CJനെ ഇപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്ന ആൾ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവർ പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ലൊക്കേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു വെഹിക്കിൾ പിക്ക് ചെയ്തേണ്ടതുണ്ട്. കോഡ് ബൈക്കിൽ എന്തായാലും ഞാൻ പോവില്ല, കാരണം ഈ കോഡ് ബൈക്ക് എനിക്ക് ഏത് ഗെയിമിലാണെങ്കിലും എനിക്കൊരു കംഫർട്ടബിൾ അല്ല. അപ്പോൾ നമുക്കൊരു ഒരു നൈസ് കാറാണ്. അപ്പോൾ കാത്തലീനയുടെ വീട്ടിലിരിക്കുന്ന ഈ കാറ് നമുക്ക് രണ്ടായിട്ട് പല സിറ്റികളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ വിടണ്ട മക്കളെ. അടിപൊളി, നല്ല ഹോഴ്സ് പവറും നല്ല എന്താ പറയുക, കയ്യിലൊതുങ്ങാത്തൊരു കാർ, അത്രയും പവറുള്ളൊരു കാറാണ് ഈ കാണുന്ന ടൈപ്പ് ഓഫ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാൻ നിൽക്കണ്ട, മാക്സിമം പിടിച്ചെടുത്ത് അതായിട്ട് ഡ്രൈവ് ചെയ്യാൻ നോക്കിക്കോ. അതിൻ്റെ നമുക്ക് ഈ ഒരു കാർ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ കണ്ടില്ല, ഭയങ്കര ഓവർ പവറാണ്, കയ്യിൽ ഒതുങ്ങളില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് കാറാണിത് കേട്ടോ. ഇപ്പോൾ പറഞ്ഞത് പോലെ തന്നെ. അപ്പോൾ ഈ പറയുന്ന ലൊക്കേഷനിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം ലെങ്ത് ഉണ്ട്. നമ്മുടെ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിലുള്ള മെഷീനിന് ഓൾമോസ്റ്റ് എല്ലാതും അത്യാവശ്യം ലെങ്ത് ഉള്ള ഡിസ്റ്റൻസാണ് വരുന്നത്. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഡ്രൈവിങ് ഈ GTA കൂടുതൽ ആൾക്കാർ ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. GTA ജസ്റ്റ് ഗെയിം മാത്രം അല്ലെങ്കിൽ ഡ്രൈവ് മാത്രം ചെയ്ത് അതേ മെഷീൻസ് അറ്റൻഡ് ചെയ്യാതെ ജസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ മാത്രം ഗെയിം കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്നൊരു ലൊക്കേഷനാണ് ഈ പറയുന്ന ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെന്തായാലും അത്യാവശ്യം ലെങ്ത് ഉണ്ട് അവിടേക്ക്. ഓക്കെ, അപ്പോൾ ഏതാണ് ഈ ട്രൂത്ത്, എങ്ങനെയാണ് ട്രൂത്ത് എന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കണ്ടറിയാം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതിൻ്റെ ഒരു ത്രില്ല് കളയുന്നില്ല. ഇതൊക്കെ ഈ പറയുന്ന ടെൻ പെന്നി എന്ന് പറയുന്ന ഒരുത്തൻ ഷിറ്റ് മാൻ, ഒരു യമണ്ടൻ ഇടിയാണ് ഇടിച്ചത്. അത്രയും പവറിലാണ് വന്ന വണ്ടി ഒരു ഇതൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഈ ടെൻ പെന്നി എന്ന് പറയുന്ന ഒരുത്തൻ അത്യാവശ്യം ഒരു ഡ്രഗ് അഡിക്റ്റാണെന്ന് നമുക്ക് അനുമാനിക്കും. കാരണം അവൻ കൂടുതലും കാര്യങ്ങളിൽ ക്രൈമും കാര്യങ്ങളും അവൻ്റെ രീതിയിൽ അവന് അറ്റൻഡ് ചെയ്യിപ്പിക്കാറുള്ളത് ഈ പറയുന്ന ആമോസും അതേപോലെ വെപ്പൺസും ഓൾമോസ്റ്റ് ഡ്രഗ്സ് ഡീൽ ചെയ്യാനും കൂടിയിട്ടാണ് അവന് ഓൾമോസ്റ്റ് നമ്മളടുത്ത് മിഷൻസും ദൗത്യങ്ങളൊക്കെ തരാറ്. അപ്പോൾ ഇവനൊരു ഡ്രഗ് അഡിക്റ്റാണെന്ന് നമുക്ക് അനുമാനിക്കാം എന്തായാലും. പിന്നെ അവൻ്റെ ഒപ്പമുള്ള ഒരു തിണ്ടി, അതായത് അറിയാലോ നാട്ടിലത്തെ പോലീസുകാരെ പോലെ തന്നെ, നാട്ടിലത്തെ പോലീസുകാരിൽ SIക്കല്ലല്ലോ, സൈഡിലിരിക്കുന്ന ഡ്രൈവർക്കല്ലേ കൂടുതൽ ക്രിമികടി ഉണ്ടാവുക. അതേപോലത്തെ ഒരുത്തനാണ് ടെൻ പെന്നിയുടെ കൂടെയുള്ള അവൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള പോലീസുകാരാണെന്ന് പറയുന്നത്. അപ്പോൾ അവന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ടെൻ പെന്നി കൺഫേം ആണ്. ട്രൂത്ത് പറയുന്ന സ്ഥലത്തേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് ഒരു നല്ല വണ്ടി തന്നെ കാണാം, കാരണം നമ്മളിപ്പോൾ ചൂസ് ചെയ്ത വണ്ടി അത്യാവശ്യം ഡാമേജും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കംഫർട്ടബിലിറ്റി ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു വെഹിക്കിൾ എടുക്കണം. അപ്പോൾ ഇതൊരു ക്രൂസ് ബൈക്കാണ്, അപ്പോൾ ഇതെടുക്കാം. പക്ഷെ നമ്മൾ ഇയാളെ ഇറക്കാൻ വേണ്ടിയിട്ട് ആ വണ്ടിമേ കുറേ ഫയർ ചെയ്ത് ഡാമേജ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നോർമലായിട്ട് നമുക്ക് ഓടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹൈവേ തന്നെ കയറാവുന്നതാണ്. ഇതാണ് ഹൈവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു വൺ ഓഫ് ദ വൈഡസ്റ്റ് റോഡാണ് നമ്മുടെ സെൻ ആൻഡ്രിയാസിത്തെ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയാണ്, ഏത് വഴിയാണ് ഏറ്റവും ബെറ്റർ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ എളുപ്പമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന റൈറ്റ് സൈഡാണ്, എന്നാലും നമുക്ക് നമ്മുടെ ഹൈവേ പിടിച്ചിട്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടേക്ക് പെട്ടെന്ന് എത്താമെന്ന് വിചാരിക്കുന്നു. കുറച്ച് വളഞ്ഞ വഴിയാണ്, അത്രയ്ക്കൊരു ഈസി വേ അല്ല. ഓ മാൻ, ഒരു കോപ്സിൻ്റെ വണ്ടിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേനും അത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ, ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ മാൻ, അപ്പോൾ നമ്മളൊരു വേറൊരു ക്രൂസ് ബൈക്ക് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് നമുക്ക് എടുക്കാൻ പാകത്തിൽ വണ്ടി കൊടുന്ന് നിർത്തി തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ് ബ്രോ. അപ്പോൾ നമുക്ക് ആ വണ്ടി
കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ മാൻ, ഇത് കുഴപ്പമില്ല കേട്ടോ. ഈ വണ്ടി കോർണറിങ് ചെയ്യാനൊക്കെ നല്ല രസമുണ്ട് ശരിക്കും. ഒരു സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ പ്ലാനിങ് ആണ്. നടക്കുമെന്ന് അറിയില്ല, നടന്നാ ഭാഗ്യം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കാര്യം നോക്കി ഇപ്പോൾ തൽക്കാലം യാത്ര ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടണൽ ഇപ്പോൾ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു കുറച്ച് ലെങ്ത് ഉണ്ട് ആ ഭാഗത്തേക്ക്. വണ്ടി കുഴപ്പമില്ല കേട്ടോ. ഈ വണ്ടി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി സിറ്റിയിൽ എത്രത്തോളം ബെറ്റർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഏരിയ, ഫോറസ്റ്റ് ഏരിയസിലൊക്കെ പറ്റിയ വണ്ടി തന്നെയാണിത്. കാരണം ഭയങ്കര കംഫർട്ടാണ് ഇത് ഓടിക്കുമ്പോൾ. മെയിനായിട്ട് നമ്മൾ ഇത്രയും വലിയ ഒരു എന്ന് വെച്ചാൽ ഇത്രയും ഡിസ്റ്റൻസിൽ നല്ല നാവാട്ടൻ്റെ അതെനിക്ക് ശരിക്കും ഒരു അറം പറ്റിയ പോലെ തോന്നി. ഓക്കെ, നമുക്ക് എന്തായാലും ആ വണ്ടി അവിടെ ഉപേക്ഷിക്കാം. അപ്പോൾ നമുക്കൊരു ട്രെയിലർ എടുത്തിട്ടുണ്ട്. ട്രെയിലർ ഇല്ല, നോർമൽ ഒരു ട്രക്ക് മാത്രമായിട്ടാണ് പോകുന്നത്. അതിനെ നമുക്ക് ട്രെയിലറായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അപ്പോൾ ട്രൂത്ത് പറഞ്ഞ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമ്മൾ ആ സർക്കിളിലേക്ക് പോയപ്പോൾ ബോഡി ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞുള്ളൊരു മെഷീനാണ് ഇപ്പോൾ നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം നമ്മുടെ 10 പെന്നി നല്ല ബോങ് ഷോട്ടൊക്കെ ഇട്ട് നല്ല കിറിങ്ങിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സീജനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ട്രിപ്പിംഗ് മോഡിലാണ് മൂപ്പരാളിപ്പോൾ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈയിലെത്തിയിട്ടാണ് ഇപ്പോൾ നമ്മളടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ വാട്സാപ്പ് കേട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സീജെ എന്താണെന്നറിയില്ല, അവൻ പെട്ടെന്ന് കണ്ട ഒരു ഇതിൽ അവൻ ആകെ അന്തളിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ മിസ്റ്റർ ട്രൂത്തിനെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട് 10 പെന്നി. അപ്പോൾ ആ ട്രൂത്ത് വഴിയാണ് അവന് ഈ വീടും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അവന് ഈ പറയുന്ന പോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഒരു ഫാർമറാണ്. ഫാർമർ എന്ന് പറയുമ്പോൾ ഈ വീട് കാര്യങ്ങളൊക്കെ ഫാം ചെയ്യുന്നൊരു ഫാർമറാണ്. അതായത് ഒരു സത്യസന്ധനായ ഒരു കള്ളെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പയ്യനാണ് ഈ ട്രൂത്ത് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ട്രൂത്ത് എന്ന് പറയുന്ന ആൾ ഇന്ത്യക്കാരനാണ്. കാരണം ആൾ കൂടുതൽ നമസ്തേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സീജനോടും പറയുന്നുണ്ട് നമസ്തേ. അപ്പോൾ സീജ ചോദിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കുന്നത്. നമുക്കറിയുള്ളൂ എന്താണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആസ് യൂഷ്വൽ ഇത് ട്രൂത്ത് എന്ന് പറയുന്ന ആളൊരു ഇന്ത്യക്കാരനാണെന്ന് നമുക്ക് ഗസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ ട്രൂത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് മഷ്റൂമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രഗ്സ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാനിപ്പോൾ തന്നെ ഓൾറെഡി ഹൈയിലാണ് ഒക്കെ പറഞ്ഞിട്ട് 10 പെന്നി അതൊക്കെ ആ ലെവലിൽ പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് എൻ്റെ പൈസ കൊടുക്കട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീജനോട് പറഞ്ഞിട്ടാണ് 10 പെന്നി പോകുന്നത്. അപ്പോൾ നമ്മളെ ട്രൂത്ത് ചോദിക്കുന്നത് നീ വല്ല FBI അങ്ങനെ എന്തെങ്കിലും സംഘടന ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിനും മേലത്തെ സംഘടനയെന്ന് പറഞ്ഞിട്ട് വലിയ നൈസായിട്ട് കളിയാക്കുന്നുണ്ട് അവനെ. അപ്പോൾ ട്രൂത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ CJ വന്നപ്പോൾ ഒരു ഗുഡ് പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ CJ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ പരിപാടികളിലൊന്നും കൂടുതൽ ഡീൽ ചെയ്യാറില്ല. അവൻ ഡീൽ ചെയ്യാറുള്ളതാണ് ട്രൂത്തിൻ്റെ അടുത്ത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഞാനൊരു സമാധാനപ്രിയനായിട്ടുള്ള ഒരാളാണ്. നീ കണ്ട പോലീസുകാരൻ്റെ പോലെ ഒരു ടെറർ മൈൻഡോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ നേരെ പോകുന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്യണം. അതായത് നീ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഹാർവെസ്റ്റ് മെഷീനുണ്ട്, അതായത് ഈ കൊയ്ത്ത് യന്ത്രം. മെയിനായിട്ട് അറിയാലോ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കഞ്ചാവ് കൃഷിക്കാരനാണ്. അപ്പോൾ അവനക്ക് വേണ്ടിയിരുന്നൊരു എക്യുപ്മെൻ്റാണ് അത്. നീ ഒന്ന് മോഷ്ടിച്ച് കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഫാമിൽ പോയിട്ട് തന്നെ ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ഹാർവെസ്റ്റ് മെഷീന് എക്യുപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ്, അല്ലെങ്കിൽ അത് സ്റ്റീൽ ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ഇപ്പോൾ ട്രൂത്ത് പറയുന്നത്. ഒരു നമസ്തേ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആ ഒരു നമസ്തയിലാണ് ട്രൂത്ത് ചോദിക്കുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ.
ഞാനിപ്പോൾ ഈ ഒരു ട്രക്ക് ചൂസ് ചെയ്തത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ബൈക്കായിട്ടോ അല്ലെങ്കിൽ നോർമൽ ഒരു കാറായിട്ടോ പോവുകയാണെങ്കിൽ അവർക്ക് നൈസായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്ന് എടുത്ത് പുറത്തിട്ടിട്ട് കില്ല് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ നമ്മളൊരു ട്രക്കായി പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ ഏത് വണ്ടി ബ്ലോക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാലും നമുക്ക് അതിനൊക്കെ ഇടിച്ചിട്ട് പോകാനുള്ള ഒരു പവർ ട്രക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് എനിക്ക് ഞാനത് ഒരു കോയിൻസിഡൻ്റായിട്ട് ഞാൻ എടുത്തതാണ്. ഞാൻ ഇതിനു വേണ്ടിയിട്ടായിട്ട് ഭയങ്കര ബുദ്ധിപരമായിട്ട് ചെയ്തതൊന്നുമല്ല. നമ്മൾ അറിയാലോ, നേരത്തെ ആ ഒരു ബൈക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ ജസ്റ്റ് കിട്ടിയൊരു ട്രക്ക് മാത്രമാണിത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ദൗത്യത്തിന് നമ്മൾ പോകുമ്പോൾ ഒരു ട്രക്ക് അല്ലെങ്കിൽ ഒരു വലിയ വെഹിക്കിളായിട്ട് പോകുന്നതാണ് ബെറ്റർ. ഒരുപാട് ആൾക്കാർ നമ്മൾ ഡിഫെൻഡ് ചെയ്യണ്ടാവും. ഒരുപാട് ഈ പറയുന്ന പോലെ ഡബിൾ ബാരൽ ഗണ്ണൊക്കെ അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്ന അറിയാലോ. ഈ ഫാമിങ് അല്ലെങ്കിൽ ഈ ഒരു കാട്ടു പ്രദേശം എന്ന് പറയുന്നത് ഈ AR ഗൺസൊന്നും അധികം ഉണ്ടാവില്ല. അവരുടെ കയ്യിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ ഡബിൾ ബാരൽ ഉണ്ടാവില്ല. പക്ഷെ അതൊരു ഷോർട്ട് റേഞ്ചിൽ നിന്ന് അവരടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡാമേജ് നമുക്ക് നമ്മുടെ വണ്ടിക്കൊക്കെ കിട്ടും. മാക്സിമം ഷോട്ടിൽ നിന്നൊന്നും അടി കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെയാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്ന് തോന്നുന്നു. അപ്പോൾ ആ കൊയ്ത്ത് യന്ത്രം അതാണ് ഇപ്പോൾ ആവശ്യം. അത് നമ്മുടെ ട്രൂത്തിന് നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും എന്തിനാണ് ഈ വളഞ്ഞിട്ടൊക്കെ പോകുന്നത്? നമുക്ക് നേരെ പോയിക്കൂടെ മോനെ, കയറുന്നില്ല. ട്രക്കിന് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ. നമുക്ക് നോർമലൊരു ഒരു അത്യാവശ്യം ഒരു സ്പീഡിൽ വരികയാണെങ്കിൽ ആ കയറ്റം കയറിയായിരുന്നു. പക്ഷെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോൾ എന്തായാലും ആ കയറ്റം കയറാൻ ചാൻസ് കുറവാണ്. കാരണം അതൊരു ഗ്രാസ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടില്ല, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോർമലായിട്ട് അതിൽ തന്ന വഴി കൂടെ തന്നെ പോകാം. നമ്മൾ ഒബ്വിയസ്ലി നമ്മളൊരു മടിയനായതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാത്തതാണ്. അവർ പറയുന്ന വഴിയിലൂടെ എടുക്കാനൊരു താല്പര്യമില്ല. എന്നുവെച്ചാൽ നമ്മൾ കൂടുതലും വളഞ്ഞ് പോകണ്ടെന്ന് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന മെഷീനാണ് ഹാർവെസ്റ്റ് മെഷീൻ. അപ്പോൾ ഈ ഒരു വെഹിക്കിളാണ് നമ്മൾ ഇവരെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിനെ എതിർക്കാൻ ഒരുപാട് ആളുകൾ, ഇവരും ഈ പറയുന്ന കഞ്ചാവ് കൃഷിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അതൊരു സൈഡായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലാത്ത സ്ഥലത്ത് നോർമലായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. നോർമലായിട്ടുള്ള കൃഷിയും കാര്യങ്ങളും ഈ പറയുന്ന കോൺസും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. സൈഡായിട്ട് അവർക്ക് പ്രോഫിറ്റ് ഏറ്റവും കിട്ടുന്നത് കഞ്ചാവിൽ നിന്നായതുകൊണ്ട് ഇത് കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല, അവർ ഡിഫെൻഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഡിഫെൻഡ് ചെയ്യാൻ അവർ വന്നു കഴിഞ്ഞാലും നമ്മുടെ കയ്യിൽ ട്രക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഇടിച്ചിട്ട് പോകാൻ പറ്റും. ഈ ഒരു അഡ്വാൻറ്റേജാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ട്രക്കായിട്ട് പോകുമ്പോൾ. പക്ഷേ ഇങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അവരുടെ കയ്യിലുള്ളത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ഡബിൾ ബാരലും കാര്യങ്ങളാണ്. അടുത്തുനിന്ന് വെച്ചിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ നമ്മൾ മാക്സിമം ഇവരെ അടിക്കാൻ എളുപ്പമല്ല. അവർ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഭയങ്കര അഗ്രസീവായിട്ടുള്ള ആൾക്കാരാണ്. മാക്സിമം അവരെ ഒരു ഫാർ അവേ ഡിസ്റ്റൻസിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലാണ് ഒരു കാര്യമുള്ളത്. ഇവർ ട്രാക്ടറായിട്ടാണ് അവർ നമ്മളെ അലക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരു ട്രാക്ടർ നമുക്ക് സ്റ്റീൽ ചെയ്യണം. അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു ട്രാക്ടർ നമ്മൾ സ്റ്റീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒക്കെ മുട്ടത്തലയന്മാരാണല്ലോ, എന്താണ് സംഭവം? ഒക്കെ മെല്ലെ ഒരു അത്ര സ്പീഡിലൊന്നും ഓടി വരുന്നില്ല. നോർമലായിട്ട് ചിലവരുടെ കയ്യിൽ വെപ്പൺസേ ഇല്ല, എന്നിട്ടും എന്ത് ധൈര്യത്തിലാണ് അവർ നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്നതെന്ന് എനിക്കൊരു എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഒരുത്തൻ അവളെ വണ്ടി ഇട്ടിട്ട് ആ ഹാർവെസ്റ്റ് മെഷീനിൽ നിന്ന് ഇറങ്ങിയിട്ട് അത്രയും ധൈര്യത്തിൽ നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവൻ മണ്ടൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ വിട്ടുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു ഹാർവെസ്റ്റ് മെഷീൻ അടിപൊളി ഉണ്ട്. കാരണം നമ്മളിപ്പോൾ നോർമലി ഈ ഗ്രാസിൻ്റെ പുറത്തൂടെ പോവുകയാണെങ്കിൽ അത് സാധാരണ ഗ്രാസ് മാത്രമാണ് ഔട്ട്പുട്ട് ചെയ്യുള്ളൂ. അല്ല നമ്മളൊരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു NPCയുടെ മുകളിലേക്കൂടെയൊക്കെയാണ് ഈ വണ്ടി കയറ്റി ഇറക്കുകയാണെങ്കിൽ എന്താ പറയുക, അവരുടെ ബോഡി ഈ പറഞ്ഞ പോലെ ബോഡി അരച്ച് പിഴിഞ്ഞിട്ട് അതൊരു ബോക്സ് പോലെ ആക്കിയിട്ടാണ് അത് ഔട്ട്പുട്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് ഡീറ്റെയിലിങ് ഈ ഒരു വണ്ടിക്കുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു NPCയുടെ മുകളിലേക്ക് കയറുമ്പോൾ നോക്കിക്കോട്ടെ, കണ്ടോ? അത് ഇതിലിപ്പോൾ കുറച്ച് പുകയും കാര്യങ്ങളും സ്മോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇത് ഔട്ട്പുട്ട് ചെയ്യണേ. നമ്മുടെ നോർമൽ വെർഷൻ ഓഫ് സാൻ ആൻഡ്രിയാസിൽ ഈ പറയുന്ന പോലെ നമ്മളിങ്ങനെ NPCയുടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കഷ്ണം ഇങ്ങനെ ആ ഒരു ഇതിൽ കൂടെ വരണ പോലെ കാണാം. ഇതിൽ കൂടെ കാണുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. സ്മോക്കിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ബോഡി പാർട്സാണ് ഈ കഷ്ണമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ട്രൂത്തിൻ്റെ ഫാമും. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ നമ്മളിത്ര ശരിക്കും ആള് ഒരു ബുദ്ധ ആത്മീയാണ്, അതായത് വയസ്സായ ആത്മീയ ആയതുകൊണ്ടായിരിക്കാം
നമ്മൾക്ക് ഈ ഒരു ദൗത്യം തന്നത്. ആൻഡ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ ആളൊരു അത്യാവശ്യം നല്ലൊരു മൈൻഡുള്ള മനുഷ്യനാണ്. 10 പെന്നി സംഭവം 10 പെന്നി വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈസ് എ ഗുഡ് പേഴ്സൺ ഐ തിങ്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ, അതായത് കാമായിട്ടുള്ളൊരു മൈൻഡാണ് ആൾക്ക്. സംഭവം ഒരു ഇല്ലീഗൽ കാര്യങ്ങളൊക്കെയാണ് ആൾ ചെയ്യുന്നു എങ്കിലും ആളൊരു കാംഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു മെഷീൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ തന്ന ആദ്യത്തെ ഒരു ദൗത്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആളുടെ കയ്യിൽ അത് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇനി കാളിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളും ആളുടെ ഒപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കോള് വന്നിട്ടുണ്ട്, അത് സീസറിൻ്റെ ആണ്. അപ്പോൾ കുറച്ച് ബാഡായിട്ടുള്ള കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാൻറ്റീലിന് എന്തെങ്കിലും പറ്റില്ല, അവൾ സേഫാണ്, അവൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ക്യാൻറ്റീലിൻ്റെയും അതേപോലെ സീസറിൻ്റെ തലയ്ക്ക് ഇവർ പോലീസുകാർ മറ്റേ വാണ്ടഡ് പ്രൈസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് സീനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൗണിൽ നിന്ന് നമ്മൾ മാറണം എന്ന് വെച്ചാൽ അവരുടെ പഴയ ടൗണിൽ നിന്ന് മാറിയിട്ട് വേറെ ടൗണിലേക്ക് പോകാനുള്ളൊരു കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ പഴയ ടൗണിൽ നിൽക്കുന്നത് അത്ര സേഫായിട്ടുള്ള കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ചെയ്യ്, അവളെ മെയിനായിട്ട് നോക്ക്, ക്യാൻഡലിനെ സേഫായിട്ട് നീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ സീസണോട് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യം ഇന്നത്തെ മിഷൻ. അപ്പോൾ അടുത്തൊരു മിഷനുമായിട്ട് കാണുന്നവരെ ബൈ.